മനസ്സിന് ബ്രേക്ക് ചെയ്യാനും മേക്ക് ചെയ്യാനും സാധിക്കുമെന്ന് പറഞ്ഞു. അത് സത്യമാണ്. 1979 ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വളരെ കൗതുകമുണർത്തുന്ന ഒരു പരീക്ഷണം നടത്തി. ഒരു പറ്റം വൃദ്ധരെ, 75 വയസ്സ് പിന്നിട്ട വൃദ്ധരെ ഒരു സുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. ഒരാഴ്ചക്കാലത്തെ എക്സ്പെരിമെൻ്റാണ്. അവരോട് നേരത്തെ പറഞ്ഞിരുന്നു, ഒരു 20 വർഷത്തിന് മുമ്പുള്ള ജീവിതത്തിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുക. അതായത് 20 വർഷത്തിന് മുമ്പ് അവരെങ്ങനെയായിരുന്നോ ആ കാര്യങ്ങളാണ് ഇവിടെ ഓർക്കേണ്ടത്, ജീവിക്കേണ്ടത്. 20 വർഷത്തിന് മുമ്പുള്ള ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള മാഗസിനുകളും പാട്ടുകളും ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ഒരുക്കി വച്ചിരുന്നു. അതായത് അവർ 20 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ തരത്തിലുള്ള വേഷവിധാനങ്ങൾ, ആ തരത്തിലുള്ള പാട്ടുകൾ, അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, മൊത്തത്തിൽ 20 വർഷം ചെറുപ്പമായി അവർ ജീവിക്കുകയാണ് പ്രശാന്തമായ സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ. ഈ ഒരാഴ്ചക്കാലം താമസിച്ച് 20 വർഷം കൊണ്ട് 20 വർഷക്കാലത്തിന് മുമ്പുള്ള സമയത്തേക്ക് മടങ്ങിപ്പോയി ജീവിച്ചു കഴിഞ്ഞപ്പോൾ എന്താ മാറ്റം വന്നത്? കൃത്യമായിട്ട് അവരുടെ ശരീര താപനിലയും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അവരുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരാഴ്ചക്കാലം ഇങ്ങനെ യുവത്വത്തിലേക്ക് മടക്കയാത്ര നടത്തി കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് യുവതീ-യുവാക്കളെ പോലെയായി മാറി. അതായത് 20 വർഷം പ്രായം കുറയുകയാണ്. അവരുടെ ഓർമ്മശക്തി കുറച്ചും കൂടി ഷാർപ്പായി, ബുദ്ധിശക്തി കുറച്ചുകൂടി ഷാർപ്പായി, അവരുടെ പേശിബലം കൂടി, കണ്ണിന് കാഴ്ച കൂടി. ഇങ്ങനെ കൗതുകകരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തപ്പെട്ട ഒരു കൗതുകത്തിൻ്റെ എക്സ്പെരിമെൻ്റായിട്ട് അത് മാറി. ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യം എന്താണ്? മൈൻഡ് ഒരു ട്രാപ്പ് ഒരുക്കി നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ മൈൻഡിനെ നിങ്ങളുടെ ഒരു ഫെയ്ത്ത്ഫുൾ സെർവൻ്റാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സന്തോഷവും ആയുരാരോഗ്യ സൗഖ്യവും കണ്ടെത്താൻ പറ്റും. എന്നെ വിശ്വസിച്ചേ തീരൂ, കാരണം ഇത് ശാസ്ത്രം പറയുന്നതാണ്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ ഫെയ്ത്ത്ഫുൾ സെർവൻ്റാക്കി മാറ്റുക. നിങ്ങളെ അടക്കി ഭരിക്കുന്ന ഒരു ഡിക്റ്റേറ്ററാക്കി മാറ്റാതിരിക്കുക. യുവർ മൈൻഡ് ക്യാൻ ബി എ വെരി ബ്രൂട്ടൽ ഡിക്റ്റേറ്റർ നോർ എ വെരി ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. ഏത് വേണം? നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഫെയ്ത്ത്ഫുൾ സെർവൻ്റാക്കി മാറ്റുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട്, ഞാൻ വലിയ വലിയ ടെക്നിക്കൽ ടേംസുകളൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് അനുദിന ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും? ഒന്ന്, നിങ്ങളുടെ വിൽ പവർ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യുക. കാരണം ഒരാളുടെ വിൽ പവറാണ് അയാളുടെ മനസ്സിൻ്റെ കരുത്ത് നിശ്ചയിക്കുന്നത്. നിങ്ങൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കും. പക്ഷേ 10 വർഷത്തിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളൊരു മാസ്റ്റർ നേടിയെടുക്കണം. ഫോർ എക്സാമ്പിൾ, രാവിലെ ഉണരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണരാനുള്ള താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ വിൽ പവറിൽ ഉണർത്തിയെടുക്കണം. നിങ്ങൾക്ക് വൃത്തിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ഷവറിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയി നിർത്തണം. നിങ്ങളെ കുളിപ്പിക്കണം. വൃത്തിയായിട്ട് ഡ്രസ്സ് ധരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം വരില്ല ചില നേരങ്ങളിൽ. നിങ്ങൾ തന്നെ ഒരുക്കിയെടുക്കണം. ഇനി ജപ്പാൻകാർ പറയും, ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കിടക്കവരി ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിരിക്കും, അതൊരു നിസ്സാര കാര്യമല്ലേ? നിസ്സാര കാര്യമല്ല. നിങ്ങൾ കിടക്കവരി ഒന്ന് ആദ്യം ശരിയാക്കിയിടുക, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ജപ്പാൻകാർ വീണ്ടും പറയാറുണ്ട്, നിങ്ങളുടെ ഷൂസ് ഇടുന്നതിൽ പോലും ഒരു താളം ഉണ്ടാകണം, ഒരു ക്രമം ഉണ്ടാകണം. നിങ്ങൾ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ തിരികെ വെക്കുന്നതിൽ ഒരു പ്രത്യേകമായ പഠനം ഉണ്ട്. അത് ഒരു ശീലമാണ്. എടുത്തെടുത്ത് വെക്കുക. തോന്നിയെടുത്ത് ഇടുന്നതിന് പകരം എടുത്തത് എടുത്തെടുത്ത് വെക്കുക.
അത് ശീലമായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള കുറേ ശീലങ്ങളൊക്കെ ചേർന്നാണ് ജീവിതം സുന്ദരമായി മാറുക എന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ അനുദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്ത് നിങ്ങളുടെ വിൽ പവർ വർദ്ധിപ്പിക്കുക. അതൊന്നാമത്തെ കാര്യമാണ്. അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല. ശരിക്കും ശീലത്തിലൂടെ നിങ്ങൾക്കതിനെ വളർത്തിയെടുത്ത് നിങ്ങൾക്ക് ആസ്വാദ്യമായൊരു കാര്യമായിട്ട് മാറും. എല്ലാ കാര്യത്തിലും ഒരു ഭംഗി കൊണ്ടുവരാൻ നിങ്ങൾ സാധിക്കും. 2, അനുദിന ജീവിതത്തിൽ ഒരു ക്രമവും കൃത്യതയും കൊണ്ടുവരിക. ഇന്നത്തെ തലമുറയ്ക്ക് തീരെ ഇല്ലാത്തതാണ്. ടീനേജ് മക്കളൊക്കെ അവരുടെ മുറി ഏതോ പുരാതന ജീവികളുടെ ഗുഹ പോലെയാക്കി മാറ്റുന്നതിനെക്കുറിച്ച് അമ്മമാരും അപ്പന്മാരൊക്കെ അഭിമാനിക്കുകയാണ്. അവൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കാൻ വയ്യ, അവിടെ സാധനങ്ങൾ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മയും അപ്പനും അഭിമാനത്തോട് പറയുകയാണ്. ആദ്യം അടി കൊടുക്കേണ്ടത് അവർക്കാണ്. കാരണം ഏത് വ്യക്തിയും ജീവിതത്തിൻ്റെ ക്രമം നേടുന്നത് സ്വന്തം ചുറ്റുപാടുകൾ ക്രമത്തിലുള്ളതാക്കി മാറ്റിക്കൊണ്ടാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്രമമില്ലായ്മയാണ് അക്രമത്തിൻ്റെ തുടക്കം. വയലൻസിൻ്റെ തുടക്കം ഡിസോർഡർലിനെസ്സാണ്. അപ്പോൾ ആദ്യം ഓർഡർലിനെസ് കൊണ്ടുവരിക. ഓർഡർലിനെസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ക്ലെൻലിനെസ്സും ഗോഡ്ലിനെസ്സും എല്ലാം കിട്ടുന്നത്. അത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് കൃത്യത കൊണ്ടുവരിക. ജീവിതത്തിനൊരു ടൈം ടേബിൾ വേണം, ജീവിതത്തിന് ചിട്ടയും ക്രമവും വേണം, ഒരു ദിശാബോധം വേണം, ജീവിതത്തിന് സൗന്ദര്യം വേണം. അങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടി പഠിച്ചെടുക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമതായിട്ട് നിങ്ങളുടെ മൈൻഡിനെ കുറച്ചുകൂടി പവർഫുള്ളാക്കാൻ വാക്കിന് വ്യവസ്ഥയുള്ളവരായിട്ട് മാറുക. അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞ വാക്കൊക്കെ തിരിച്ചു കളയും. ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് കൂട്ടുകാരൊക്കെ പറയുന്നത്. കാരണം ഒന്ന് പറയും, മറ്റൊന്ന് ചെയ്യും. പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പ്രാവർത്തിയാക്കില്ല എന്ന് നിങ്ങളെക്കുറിച്ച് പലരും പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലല്ല. അതായത് നിങ്ങളൊന്ന് ചിന്തിക്കും, മറ്റൊന്ന് പറയും, വേറൊന്ന് പ്രവർത്തിക്കും. മൊത്തത്തിൽ ഡിസ്റ്റോർഷനാണ്. അത് കൂടിക്കൂടി വരുമ്പോഴത്തേക്കും നിങ്ങളൊരു ഫ്രോഡായി മാറും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൊച്ചു കൊച്ചു കള്ളങ്ങളും കൊച്ചു കൊച്ചു വാക്ക് പാലിക്കാതിരിക്കലുകളും നിങ്ങളിപ്പോൾ കൗതുകത്തോടെ നോക്കിക്കാണും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കൗതുകം മാറി നിങ്ങളൊരു തനി കള്ളനായിട്ട് ചിത്രീകരിക്കപ്പെടും. നിങ്ങളുടെ പേര് ഇനി ഫ്രോഡെന്നാണ്. ഒരു ഫ്രോഡിനെ ഉൾക്കൊള്ളാൻ ഒരു സമൂഹത്തിനും പറ്റാറില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വാക്കിന് വ്യവസ്ഥയുള്ള ആളായി, വാക്ക് പാലിക്കുന്ന ആളായിട്ട് സ്വയം ഒന്ന് മാറുക. അടുത്ത സിമ്പിൾ കാര്യം, അവയർനെസ് വരുന്ന തരത്തിൽ മെഡിറ്റേഷൻ, ധ്യാനവും പ്രാർത്ഥനയും ശീലിച്ചെടുക്കുക. നിങ്ങൾ ഇന്നാണ് ജീവിക്കേണ്ടത്, ഇന്നലെയും നാളെയുമല്ല. അതിന് അവയർനെസ് വേണം. ഇന്നത്തെ ജീവിതത്തെ ശ്രദ്ധയോടുകൂടി ബോധത്തോടു കൂടി നോക്കിക്കാണുന്നതിനാണ് മെഡിറ്റേഷൻ വേണ്ടത്. എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് നിങ്ങളൊരു അരമണിക്കൂറൊന്നും ധ്യാനിക്കാൻ എടുക്കണമെന്നില്ല. 5 മിനിറ്റെങ്കിലും മനസ്സ് ശുദ്ധി വരുത്തിക്കൊണ്ട് ആ ഒരു മെഡിറ്റേഷൻ രീതിയിലേക്ക് പ്രവേശിക്കുക. അതൊരു ശീലമായിട്ട് മാറും. കുറച്ച് വൈകിയാണെങ്കിലും നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടും. അവയർനെസ് സന്തോഷം നൽകും. ആ സന്തോഷം നിങ്ങൾക്ക് ചിറക് നൽകും. ചിറക് വിരുത്തി പിന്നെ ആകാശത്തേക്ക് പറന്നു കയറാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം അത് സിമ്പിളായിട്ട് തുടങ്ങുക, പക്ഷേ വലിയ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു മാറ്റം, വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ളൊരു മാറ്റം, കാറ്റഗറിക്കലായിട്ടൊരു മാറ്റം അത് നിങ്ങളിൽ കൊണ്ടുവരും. തീർച്ചയായിട്ടും സംഭവിക്കും. അങ്ങനെ അടുത്തതായിട്ട് നോ പറയാൻ മനസ്സിനെ പഠിപ്പിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാവരുടെയും യെസ് പറയുന്നത്? എല്ലാവരും പ്രീതിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആരെയും നമ്മൾ പിണക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരോടും യെസ് പറയുന്നു, അവസാനം എല്ലാവരും നമ്മൾ പിണക്കുന്നു. സത്യമല്ലേ? അതുകൊണ്ട് നോ പറയേണ്ടിടത്ത് നോ പറയണം. പ്രയോറിറ്റിയുടെ ഭാഗമായിട്ടാണ്. അത് ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ ആദ്യം യെസ് പറയുക. എല്ലാത്തിനോടും യെസ് പറഞ്ഞിട്ട് അവസാനം നിങ്ങളോട് നോ പറയേണ്ടി വരും. അതുകൊണ്ട് നോ പറയാൻ നിങ്ങളെ പഠിപ്പിക്കുക. നോ പറയേണ്ടിടത്ത് നോ പറയണം. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ വന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു, നോ പറയാൻ പഠിക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെച്ച് ഒരാളുടെ പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ വഞ്ചന കാണിക്കല്ലേ? ഇനി അങ്ങനെ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കൂട്ടുകാരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ കൂട്ടുകാരാരാണ്? ആലോചിച്ച് നോക്കുക. അത് നിങ്ങളെ തന്നെ തകർത്ത് കളയുന്ന ഒരു കൂട്ടുകാരനെ വിളിക്കാൻ പറ്റും. ഇനി ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ
ഉല്ലാസത്തിന് വേണ്ടി ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും മനസ്സിലാക്കാത്തൊരു കൂട്ടുകാരനെ നിങ്ങൾ കൂട്ടുകാരനായിട്ട് കൂടെ കൊണ്ടുനടക്കേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലയിടത്തിന് നോ പറയണം. നോ പറയാത്ത ഒരാളുടെ ജീവിതം തന്നെ ഒരു ബിഗ് നോയായി മാറും. അത് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കിയെടുക്കണം. ഈ നോ പറയുമ്പോഴാണ് ഒരു ബിഗ് ഡി വന്ന് ചേരുക, ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ എല്ലാത്തിനും യെസ് പറയുന്നു, അവസാനം നോയായിട്ട് മാറുന്നത്. അപ്പം നോ പറയേണ്ടിടത്ത് നോ പറയുമ്പോൾ ഒരു ഡിസിപ്ലിൻ വരും. ഈ ഡിസിപ്ലിൻ നമ്മുടെ മെൻ്റൽ പവർ വർദ്ധിപ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിട്ട, ക്രമം, ജീവിതത്തിന് ഒരു താളം, അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഒരു ഹാർമോണിയസ് ആയിട്ട് ജീവിതം മാറുന്നത്. അല്ലെങ്കിൽ കറ്റാസ്ട്രഫിയാണ്. ഈ ചേരാത്തത് ഇങ്ങനെ ഒരുമിച്ച് ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം ഹാർമണി ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നേ തീരും. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, പോസിറ്റീവ് സെൽഫ് ടോക്കുകളാക്കി നെഗറ്റീവ് സെൽഫ് ടോക്കുകളെ മാറ്റുക. എപ്പോഴും ഓർത്തേക്കുക, നമ്മുടെ മൈൻഡിൻ്റെ ഏറ്റവും വലിയ ട്രാപ്പ് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയിൽ നമ്മൾ പൊതിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. നിനക്ക് സാധിക്കില്ല, നീ ഒരു പരാജയമാണ്, നീ ഒരു ട്രാജഡിയാണ്, നീ ഒരു ലയബിലിറ്റിയാണ്, നീ ഒരു മിസ്റ്റേക്കാണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ നെഗറ്റീവ് വേർഡും ഒരു അർബുദ വാക്ക് പോലെ നിങ്ങളെ തിന്നൊടുക്കുകയാണ്. ഈ അർബുദ വാക്കിനെ അത്ഭുത വാക്കായി, പോസിറ്റീവ് വേർഡായി രൂപപ്പെടുത്തണം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ട്രാജിക് വേർഡിനെ മാജിക് വേർഡാക്കി മാറ്റണം. ട്രാജിക് വേർഡൊക്കെ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് മാജിക്കലായിട്ടുള്ള വേർഡ്സ്, എനിക്ക് സാധിക്കും, എനിക്ക് ഉയരാൻ പറ്റും, ഞാനൊരു ബാധ്യതയല്ല, ഞാനൊരു സാധ്യതയാണ്, ഇതൊക്കെ പറഞ്ഞ് തന്നെ മൈൻഡ് പഠിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് എത്രമാത്രം നിങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം. കാരണം റിപ്പീറ്റായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ശരിയല്ല, ഞാൻ പോരാ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഐ ആം ഗുഡ് ഫോർ നത്തിങ്, ഐ ആം നോ ബഡീസ് ചൈൽഡ്, ഐ ആം ഹേറ്റഡ് ബൈ എവരിബഡി. നിങ്ങളുടെ ഉള്ളിൽ ഹോർമോണൽ ചേഞ്ചസ് വരും, നിങ്ങളുടെ ഉള്ളിൽ കെമിക്കൽ റിയാക്ഷൻസ് വരും, നിങ്ങളുടെ ഉള്ളിൽ മൊത്തത്തിൽ ഒരു ട്രാഫിക് പ്രോബ്ലം വരും. അതായത് സുഗതമായ പുഴയൊഴുക്കൊക്കെ നിലച്ചു പോവുകയാണ്. മൊത്തത്തിൽ നിങ്ങളുടെ വളർച്ചയുടെ പാതകളിലൊക്കെ കുണ്ടും കുഴികളും രൂപപ്പെടുന്ന അവസ്ഥ വരും. ട്രാഫിക് ജാം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. മൊത്തത്തിൽ സ്തംഭനാവസ്ഥ വരികയാണ്. അത് നിങ്ങൾ ഇടവരുത്തരുത്. അപ്പോൾ നിങ്ങളുടെ ഈ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുന്ന ശീലം അത് പൂർണ്ണമായിട്ട് മാറ്റിയേ തീരും. അപ്പോൾ നിങ്ങളെന്നോട് പറയും, യാഥാർത്ഥ്യം ഡാർക്ക് ആൻഡ് ഡിം ആണെങ്കിൽ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഏത് ഇരുട്ടിനിടയിലും വെട്ടത്തിൻ്റെ സാധ്യതയുണ്ട്. നിങ്ങൾ ഇരുട്ടെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെട്ടമൊന്നും വരില്ല. നിങ്ങൾ വെട്ടമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വെട്ടത്തിൻ്റെ ഒരു തിരുനാളം അകത്ത് കൊളുത്തപ്പെടുന്നുണ്ട്. അത് സാധാരണ സൈക്കോളജിയാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ഡാർക്ക് ഡിം റിയാലിറ്റിയെക്കുറിച്ച് പറയുന്നതിന് പകരമായിട്ട് പോസിറ്റിവിറ്റിയുടെ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം. ജീവിതം മാറും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ചെയ്യേണ്ട നന്മ ഇന്ന് ചെയ്യുക, മാറ്റേണ്ട തിന്മ ഇന്ന് മാറ്റുക, അതിന് ശ്രമിക്കുക. മൈൻഡിനെ കരുത്തുള്ളതാക്കി മാറ്റാൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെല്ലാ കാര്യവും പ്രോക്രാസ്റ്റിനേഷനോടെ നാളത്തേക്ക് മാറ്റി വെക്കുന്ന ആളാണെങ്കിൽ ഓരോ തവണയും നിങ്ങളുടെ വിൽ പവർ കുറയുകയാണ്, നിങ്ങളുടെ സെൽഫ് വർത്ത് കുറയുകയാണ്, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയുകയാണ്. അങ്ങനെ മൊത്തത്തിൽ സെൽഫ് വർത്ത് ഇല്ലാതെ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ, ജീവിതത്തിൻ്റെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ട് നിങ്ങൾ ജീവിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തിച്ചേരില്ല. എറിക് ഫ്രം എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ സ്വന്തമായ പ്രസംഗമുണ്ട്. യുവാക്കളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, യു മസ്റ്റ് ബി വാട്ട് യു ക്യാൻ ബി. നിങ്ങളായിത്തീരണം. സോ യു മസ്റ്റ് ബി വാട്ട് യു ക്യാൻ ബി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തണം. നിങ്ങളായിത്തീരണം. അതിന് തടസ്സം നിങ്ങൾ മാത്രമാണ്, വേറെ ആരുമല്ല. ദ ഓൺലി ഒബ്സ്റ്റക്കിൾ ഈസ് ദ ഒബ്സ്റ്റക്കിൾ ക്രിയേറ്റഡ് ബൈ യു. സോ നിങ്ങൾ എന്നെ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ പ്രശ്നം മാറും. കാരണം ഞാനും നിങ്ങളോട് പ്രശ്നം. ആ പ്രശ്നം ജീവിതം കൊണ്ട് പരിഹരിക്കാൻ ശ്രമിച്ചു നോക്കുക. നല്ല യാത്ര നേരുന്നു.